നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ മഴത്തോരും മുമ്പേരുടെ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ. അതായത് മനു അലീന ആരാണെന്നുള്ള സത്യം തിരിച്ചറിയാട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ അലീന ആരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ളൊരു എപ്പിസോഡ് ആട്ടോ. അങ്ങനെ ബാലചന്ദ്രനാണ് ആദ്യമായിട്ട് ആരാണ് അലീന എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. അങ്ങനെ അലീനയോട് ഭയങ്കര ആദ്യമൊക്കെ ബാലചന്ദ്രനെ ഭയങ്കര ഡെസ്പായിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് വൈജയന്തി ഇതൊന്നും അറിയാതെയാണ് അലീനയോട് ഭയങ്കര ക്രൂരത കാണിക്കുന്നത്. അപ്പം അവൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് ഇത് എന്ന് ബാലചന്ദ്രൻ തീരുമാനിക്കുക കേട്ടോ. സ്വന്തം മകളാണെന്നറിയാതെ ആ മകളോട് തന്നെയാണ് അങ്ങനെ വൈജയന്തി ഇത്രയും ക്രൂരതയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും ആ ക്രൂരത അലീനയോട് ചെയ്യുന്നത് അവൾ ഇത് സത്യമെല്ലാം അറിയുന്ന ഒരു ദിവസം ഇതൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കുമല്ലോ. അപ്പോൾ അതാണ് അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് ബാലചന്ദ്രൻ സ്വയം അങ്ങനെ മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവാട്ടോ. പക്ഷെ അലീനയോട് ഭയങ്കര സ്നേഹമാണ്, അലീന ഭയങ്കര കാര്യമാട്ടോ ബാലചന്ദ്രന്. എന്താണെന്ന് വെച്ചാൽ ഒരു മകളോടെന്ന പോലെ തന്നെ സ്നേഹമാണ്. പക്ഷേ പല സമയത്തും വൈജയന്തി അതിനെയൊക്കെ സംശയത്തോടെ നോക്കുന്നു ചെയ്യുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രനും അലീനയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് അതിനെ സംശയത്തോട് കൂടിയിട്ട് നോക്കുകയാണ്. അലീന ബാലചന്ദ്രനെ വശീകരിച്ചെടുക്കുകയാണ്. അങ്ങനെയുള്ളൊരു പെൺകുട്ടിയായിട്ട് കാണുകയും ബാലചന്ദ്രൻ ഇവളോട് സംസാരിക്കുന്നതിനൊക്കെ ദേഷ്യപ്പെടുകയും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്തൊക്കെ സംയമനം പാലിച്ചിട്ടിരിക്കുക കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ. കാരണം ബാലചന്ദ്രന് മാത്രമേ അറിയുള്ളൂ ആ സമയത്ത് ആരാണ് അലീന എന്നുള്ളത്. അങ്ങനെ എന്താണെങ്കിലും അങ്ങനെ മുന്നോട്ട് കൊണ്ട് പോയിരിക്കുന്ന സമയത്താണ് മനു അലീനയും തമ്മിൽ പ്രണയത്തിലാവുന്നത് കേട്ടോ. അപ്പം മനു അലീനയും തമ്മിൽ പ്രണയത്തിലാവുകയും ആദ്യമൊക്കെ ആരും അറിയുന്നില്ല കേട്ടോ ഇവർ തമ്മിൽ ഇങ്ങനെ ഇഷ്ടമുണ്ടോ എന്നുള്ളത്. മുത്തശ്ശിക്ക് മാത്രമേ ഒരു സംശയം ഉണ്ടായിരുന്നുള്ളൂ. മുത്തശ്ശി മാത്രമാണ് അതിനെ സപ്പോർട്ടും ചെയ്തിരുന്നത് ചെറുതായിട്ടുള്ള രീതിയിൽ. പക്ഷേ മുത്തശ്ശി ഒരുപാട് ഇതൊക്കെ എല്ലാവരും അറിയുമ്പോൾ ഭൂകമ്പം ഉണ്ടാവുമല്ലോ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് മുത്തശ്ശിയും പേടിക്കുന്നുണ്ട്. കാരണം കമല ഒരിക്കലും ഇങ്ങനെ ഒരു പെണ്ണിനെ മനുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ സമ്മതിക്കത്തില്ല, വൈജയന്തിയും സമ്മതിക്കത്തില്ല. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഇവർ ഒരുമിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് മനു കേട്ടോ. അലീനയ്ക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അലീന ആരാണെന്ന് അലീനയ്ക്ക് അറിയാവുന്നത് കൊണ്ട് ഈ പ്രണയത്തിൽ അലീനയും ഇങ്ങനെ വീണ് പോവുകയാണ്. അവൾക്ക് ഇഷ്ടമുണ്ട് മനുവിനെ കല്യാണം കഴിക്കാനൊക്കെ. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും എന്ന് അലീനയ്ക്ക് അറിയാം. എന്നാലും അലീന മനുവിനോടുള്ള ഇഷ്ടം അങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുക കേട്ടോ. പരസ്പരം അവർ പ്രണയം തുറന്ന് പറയും. ആ ഒരു എപ്പിസോഡൊക്കെ ഭയങ്കര രസമാണ്. അതൊക്കെ കുറേ കഴിഞ്ഞിട്ടാട്ടോ അലീന പ്രണയം തുറന്ന് പറയുന്നത്. പക്ഷേ മനുവിൻ്റെ ഉള്ളിലുള്ള പ്രണയം ഇങ്ങനെ പൂത്തുലഞ്ഞ് അങ്ങനെ പൂമ്പാറ്റിയായിട്ട് പറന്ന് നടക്കുകയാണ്. അങ്ങനെ മനു ഇങ്ങനെ അലീനയെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് എന്തായാലും ഫോണൊക്കെ ശരിയാക്കി കൊടുത്തല്ലോ. അപ്പം മനു ഇടയ്ക്ക് ഫോൺ വിളിക്കുകയും അങ്ങനെ സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര കോലാഹലമാവുന്നത് കേട്ടോ. മനുവിന് വീട്ടിൽ കല്യാണാലോചന വന്നു കേട്ടോ. മനുവിന് വീട്ടിൽ കല്യാണം ആലോചിക്കുകയാണ്. അപ്പോൾ മനു ഏതായാലും എറണാകുളത്തേക്ക് ജോലി മാറ്റിയല്ലോ, ഇൻഫോ പാർക്കിലേക്ക്. അപ്പോൾ അവിടെ ജോലിയൊക്കെ ആയതിനു ശേഷം ഇനി എന്തായാലും ഒരുപാട് വെച്ച് താമസിപ്പിക്കേണ്ട, മനുവിനെ അങ്ങ് കല്യാണം കഴിപ്പിച്ചേക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ധാരണയിൽ സംസാരിക്കുക കേട്ടോ കമലയും വൈജയും കൂടെ. അപ്പോൾ ഓരോ പെൺകുട്ടികളെ ഇങ്ങനെ പറ്റിയിട്ട് വൈജ പറയുന്നുണ്ട്, എൻ്റെ പരിചയത്തിലൊരു പെൺകുട്ടിയുണ്ട്, നല്ല പെൺകുട്ടിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരം ഇങ്ങനെ വരികയാണ്. തകൃതിയായിട്ട് നടക്കുകയാണ് മനുവിൻ്റെ വിവാഹാലോചന കേട്ടോ. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും കേൾക്കാത്ത മട്ടിൽ നടക്കുക കേട്ടോ മനു. തനിക്ക് ഈ വീട്ടിൽ വിവാഹം ആലോചിക്കുന്നുണ്ടെന്ന് അറിയുമെങ്കിലും അവൻ അതിലേക്കൊന്നും കണ്ണും ചെവിയും കൊടുക്കാതെ നടക്കുകയാണ്. അപ്പോൾ തകൃതിയായിട്ട് വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരിക്കലും ഇങ്ങനെ അലീനയും മനുവും കൂടെ ഫോണിൽ സംസാരിക്കുന്നത് വൈജയന്തി കേൾക്കുന്നത് കേട്ടോ. അലീന ഫോണിൽ സംസാരിക്കുന്നത് വൈജയന്തി കേൾക്കുന്നത് ഭയങ്കര കൊഞ്ചിക്കൊഴിഞ്ഞല്ല ഭയങ്കര ചിരിച്ച് സന്തോഷിച്ചൊക്കെ കേൾക്കുക കേട്ടോ. അപ്പോൾ ആരോടായിരിക്കാം ഇവളീ സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് വൈജയന്തി ഇങ്ങനെ ഓർക്കുക കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വൈജയന്തി അങ്ങോട്ട് വരുമ്പം അലീന ഫോൺ കട്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആരോടുമില്ല അത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കണം. ആ ഫോൺ ഇങ്ങോട്ട് തന്നേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ പിടിച്ച് വാങ്ങുക കേട്ടോ. അപ്പം മുത്തശ്ശി അവിടെ ഉണ്ട്.
മുത്തശ്ശി അപ്പം പറഞ്ഞു, നീ എന്തിനാ അവളുടെ ഫോൺ എടുത്ത് വാങ്ങിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവളെ ഇവിടെ നിന്ന് കൊഞ്ചി സംസാരിക്കുന്നുണ്ട്. എനിക്ക് നല്ല സംശയമുണ്ട് ആരോടാണ് ഇവൾ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ വൈജയന്തിയുടെ മനസ്സിൽ ഇവൾ ബാലചന്ദ്രനോട് കൊഞ്ചി സംസാരിക്കുന്നത് എന്നുള്ള ധാരണ കേട്ടോ, മനുവിനോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു സൂചനയില്ല. അങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ മനുവേട്ടൻ എന്ന് പേര് സേവ് ചെയ്ത് കാണാം കേട്ടോ. മനുവിനോടാണോ നീ സംസാരിക്കുന്നതെന്ന് ചോദിക്കാം കേട്ടോ. ആ മനുവേട്ടൻ മുത്തശ്ശിയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാന്ന് പറയാം കേട്ടോ. മനു എന്തിനാ നിന്നെ വിളിക്കുന്ന മുത്തശ്ശിയുടെ കാര്യങ്ങൾ അറിയാനായിട്ട്? പിന്നെ ഞങ്ങളെ വിളിച്ചാൽ പോരെ? പിന്നെ അവനോട് എന്താ ഇത്രയ്ക്ക് സംസാരിക്കാനുള്ളത് നിനക്ക്? കുറേ നേരമായല്ലോ ഞാൻ കുണുകുണുന്ന് കേൾക്കുന്നതെന്ന് പറയാം കേട്ടോ. അങ്ങനെ ആ സമയത്തൊരു ചെറുതായിട്ട് സംശയം ഉണ്ടാവുകയാണ് വൈജയന്തിക്ക്. അങ്ങനെ അവിടുന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും വൈജയന്തിയുടെ മനസ്സിൽ ആ സംശയമൊന്നും മാറണില്ല കേട്ടോ. അങ്ങനെ വൈജയന്തി ഈ കാര്യം വിളിച്ച് കമലയെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മനു ആണ് അലീനയെ വിളിച്ച് ഇങ്ങനെ കുറേ നേരം സംസാരിച്ചു. നീ എന്താണ് അവനോടൊന്ന് ചോദിച്ചു നോക്ക്, എന്താണ് അവൻ്റെ ഉദ്ദേശം, അവൻ എന്താ സംസാരിക്കുന്നതൊക്കെ ചോദിച്ചു നോക്ക്. ഞാനും ഇന്നലെ ശ്രദ്ധിച്ചായിരുന്നു, അവന് കുറേ നേരം ആരോടോ സംസാരിക്കുന്നത്. എനിക്ക് തോന്നിയത് അവൻ ഏതോ ഒരു പെൺകുട്ടിയായിട്ടൊരു അഫയർ ഉള്ളതുപോലെയാണ് സംസാരം തോന്നിയത്. പക്ഷേ അവളോടായിരുന്നു അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു അഫയർ അവനുണ്ടെങ്കിൽ, നല്ല ബന്ധത്തിലുള്ളതാണെങ്കിൽ നോക്കാമെന്നൊക്കെ ഞാൻ ചിന്തിക്കുകയും ചെയ്തു. അവളോടാണ് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല, അവൻ അങ്ങനെ ഒരു ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക കേട്ടോ കമല. അത് തന്നെ ഞാനും പറയുന്നത്, മനുവിനോട് നീ സംസാരിച്ച് നോക്കുന്നൊക്കെ പറയണേ. അങ്ങനെ മനുവിനോട് കമല സംസാരിക്കുക കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, എനിക്കിനി വേറെ പെണ്ണിനെ അന്വേഷിക്കൊന്നും വേണ്ട, ഞാൻ അലീനയെ തന്നെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് മനു അങ്ങോട്ട് പറയാം കേട്ടോ. അത് കേട്ടതോട് കൂടിയിട്ട് കമലയ്ക്ക് ഭയങ്കര ദേഷ്യം വരിക കേട്ടോ, മനുവിനോടും അതുപോലെ അലീനയോടും. ആ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതോട് കൂടിയിട്ട് എൻ്റെ കുടുംബം ഇല്ലാണ്ടായി, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മനുവിനോട് ദേഷ്യപ്പെടുകയാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ നീ അങ്ങനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞാനാണ് നിൻ്റെ അമ്മ, ഞാനാണ് നിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നീ തീരുമാനം എടുക്കാനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണം. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അലീനയെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറയാട്ടോ. എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പറയാട്ടോ. നീ എന്ത് കണ്ടിട്ടാണ് അവളെ വിവാഹം കഴിക്കുന്നത്? അവളുടെ ബന്ധുക്കൾ ആരാണ്? അവളുടെ കുടുംബം ഏതാണ്? ഒരു കുടുംബ പാരമ്പര്യം ഇല്ലാതെ ഒരു അനാഥ പെണ്ണിനെ, ആരോ പിഴച്ച് പറ്റ ഒരു പെണ്ണിനെയാണ് നീ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവളെ അവഹേളിച്ച് സംസാരിക്കുമ്പോൾ മനുവിന് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അമ്മ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അലീനയെ ആരും വഴി പിഴപ്പിച്ചിട്ടില്ല, അവൾ പിഴച്ചവളും അല്ല. അവളുടെ അമ്മ ചെയ്ത തെറ്റിന് അവളെ കുറ്റം പറയേണ്ട കാര്യമല്ല. അവളുടെ അമ്മ ആയിരുന്നു നമുക്കറിയില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇങ്ങനെ പിഴച്ച് ഓർഫനേജിൽ കൊണ്ടാക്കിയത്. അതേ സ്വഭാവം അവൾക്കും ഉണ്ടാവും. അങ്ങനെ ആരും ഇല്ലാത്തവളൊന്നും കെട്ടേണ്ട ഗതികേടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കമല ഭയങ്കര ഷൗട്ടിങ്ങിലാണ്. മനു ആണെങ്കിൽ ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. മനു അലീനയെ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്നുള്ള വാശിയിലാണ്. അങ്ങനെ ഇതൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണ് ഒരിക്കൽ ബാലചന്ദ്രനും മനുവും കൂടെ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന കേട്ടോ. ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്ന വഴി അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, നീ ഒരിക്കലും അലീനയെ കൈവിടരുത് എന്ന് പറയാട്ടോ. അത് കേട്ടപ്പം മനുവിന് ഭയങ്കര ഷോക്കാവാണ് കേട്ടോ. എല്ലാവരും എതിർക്കുമ്പോൾ അങ്കിള് മാത്രം ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയാൻ എന്താ കാരണം എന്നുള്ള രീതിയിൽ നോക്കുക കേട്ടോ. നീ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്, അവൾ നിനക്ക് അർഹതപ്പെട്ട പെണ്ണ് തന്നെയാണ്. നീ കല്യാണം കഴിക്കുന്നതെങ്കിൽ അത് അവളെ തന്നെ കല്യാണം കഴിച്ചു, ഒരു കുഴപ്പമില്ല, ആരെതിർത്താലും ഞാനുണ്ട് നിൻ്റെ കൂടെ, നീ അവളെ തന്നെ കല്യാണം കഴിക്കണം, അവൾ നിൻ്റെ മുറപ്പെണ്ണാണ് എന്ന് പറയാട്ടോ. അത് കേട്ടതും മനു ആകെ ഷോക്കാവുക കേട്ടോ. മനു ഞെട്ടിത്തെറിച്ച് ബാലചന്ദ്രനെ ഇങ്ങനെ നോക്കുകയാണ്. അങ്കിൾ എന്താ ഈ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞത് സത്യമാണ്, അവൾ നിൻ്റെ മുറപ്പെണ്ണാണ്. അങ്കിൾ എന്താ ഉദ്ദേശിക്കുന്നത്? അലീന ആരാണെന്നാണ് പറയുന്നത്? അവൾ ആ ഓർഫനേജിൽ പോയി നമ്മൾ കൂട്ടിക്കൊണ്ടുവന്നതല്ലേ, അവളെങ്ങനെ എൻ്റെ മുറപ്പെണ്ണാവും? എനിക്ക് മുറപ്പെണ്ണായിട്ട് ആരാനുള്ളത്? ആകെ വൈജയന്തിയുടെ അങ്കിളിൻ്റെ മക്കളല്ലേ ഉള്ളൂ, അവരെയൊന്നും എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായം ആയിട്ടുമില്ല എന്ന് പറയുമ്പോൾ, നീ പറയുന്ന നിൻ്റെ ആൻറ്റിയുടെ മകൾ തന്നെയാണ് അലീന, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവൾ നിൻ്റെ മുറപ്പെണ്ണാണെന്ന് എന്ന് പറയാട്ടോ. അങ്കിൾ എന്താ ഈ പറയുന്നത്? അലീന വൈജയാൻറ്റിയുടെ മകളാണെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അലീന എങ്ങനെ വൈജയാൻറ്റിയുടെ മകളായിരിക്കും? നിങ്ങൾക്ക് 2 പെൺമക്കളല്ലേ ഉള്ളൂ, ബബിതയും കൃഷ്ണയും, പിന്നെ എങ്ങനെ അലീന വൈജയന്തിയുടെ മകളായിരിക്കും എന്നൊക്കെ ചോദിച്ച് 100 സംശയങ്ങൾ 100 ചോദ്യങ്ങൾ ചോദിക്കുക കേട്ടോ. നീ ഇപ്പോൾ തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മതി, അലീന വൈജയുടെ മകളാണ്, അതുപോലെ
അവൾ നിൻ്റെ മുറപ്പെണ്ണാണ്, നിനക്ക് അവളെ സ്നേഹിക്കാനും കല്യാണം കഴിക്കാനുള്ള എല്ലാ അധികാരവും അർഹതയും ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല നിൻ്റെ ഭാര്യയാവാനുള്ള എല്ലാ യോഗ്യതയും അർഹതയും ഒക്കെ അലീനയ്ക്കുണ്ട്. അലീനയ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ ഒരിക്കലും അവളെ വിട്ട് കളയരുത്, അവളെ നീ ചേർത്ത് പിടിക്കണം എന്ന് പറയട്ടോ. ഇതെല്ലാം കേട്ട് ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് മനുവിൻ്റെ മനസ്സിൽ 100 സംശയങ്ങളുണ്ട് കേട്ടോ, കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അങ്കിൾ എന്താ പറയുന്നത് എന്ന് എനിക്കൊന്നും മനസ്സിലാവില്ലെന്നില്ല എന്ന് പറയുമ്പോൾ മനു എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നോ സംഭവിക്കാൻ പോകുന്നതെന്നോ എനിക്കും ഒന്നും അറിയില്ല. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കോമാളി വേഷം കെട്ടുകയായിരുന്നു എന്ന് പറയട്ടോ. അങ്കിൾ എന്താ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അങ്കിൾ ഒന്ന് തെളിച്ച് പറയാമെന്ന് വീണ്ടും പറയട്ടോ മനു ഞാനും ഇപ്പോൾ ഇത്ര മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. വൈജയുടെ മകളാണ് അലീന എന്നുള്ളത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ആരോടും അതിനെപ്പറ്റി ചോദിച്ചിട്ടുമില്ല. ശിവേട്ടനൊക്കെ പുറത്തല്ലേ, ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനൊക്കെ പരിധിയില്ലേ. പിന്നെ നിൻ്റെ വല്യച്ഛനും ചെറിയച്ഛനും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വരട്ടെ, എന്താ സംഭവം. ചോദിക്കേണ്ട ആൾ നിൻ്റെ മുത്തശ്ശനായിരുന്നു, മുത്തശ്ശൻ മരിച്ചുപോയി. പിന്നെ മുത്തശ്ശിയാണെങ്കിൽ വയ്യാണ്ട് കിടക്കണം. ആ സമയത്ത് അമ്മയുടെ അടുത്ത് പോയി ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും ചോദിക്കാൻ പോയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെങ്കിലും എനിക്ക് അറിയുക തന്നെ വേണം, ഞാൻ അതറിയും. പക്ഷേ ഇപ്പം നീ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളൊന്നും എനിക്കും അറിയില്ല. നീ പിന്നെ കുഞ്ഞല്ലേ, നിനക്കും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും നമുക്കിതിൻ്റെ സത്യാവസ്ഥയൊക്കെ കണ്ടുപിടിക്കാം. പക്ഷേ അലീന വൈജയുടെ മകൾ തന്നെയാണ്, നിൻ്റെ മുറപ്പെണ്ണാണ് എന്ന് ഉറപ്പാണ്. അവൾ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അവളുടെ ബ്രിജിത്ത മമ്മി അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് നിൻ്റെ അമ്മയുടെ അടുത്തേക്കാണെന്ന് പറഞ്ഞിട്ടാണ്. നിൻ്റെ മുത്തശ്ശൻ വെറുതെ അല്ല അവിടെ പോയിട്ട് അലീനയെ സെലക്ട് ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് പറയാട്ടോ. ശരിയാ, മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ജോലിക്ക് നിർത്തുന്നു എന്നല്ല, അലീനയെ നമ്മൾ ദത്തെടുക്കുന്നു എന്നാണ്. അത് ഞാനും നീയും മാത്രം അറിഞ്ഞാൽ മതിയെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാട്ടോ. കുഞ്ഞിരാമൻ മേനോനെ ഒന്നും കാണാതെ ഒരു പെൺകുട്ടിയെ പോയി, അതും തിരുവനന്തപുരത്ത് പോയിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നില്ല എന്ന് അന്നേ ഞാൻ സംശയം പറഞ്ഞില്ലേ, അതൊക്കെ ഇപ്പോൾ സത്യമായില്ലേ. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ സത്യം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയോ വൈജയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ മറച്ചു വെച്ചിട്ട് എൻ്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു ചെയ്തത് എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ കേട്ടോ. അങ്കിളെ എന്തൊക്കെയാണ്, ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തൊക്കെയായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാകുക ആൻറ്റിയുടെ ജീവിതത്തിൽ എന്നൊക്കെ മനു ഇങ്ങനെ ഇരുന്ന് ആവലാതി കൊള്ളുകയാണ്. എന്താണെങ്കിലും അലീന തൻ്റെ മുറപ്പെണ്ണാണ്, വൈജയുടെ മകളാണ് എന്നറിഞ്ഞതിൽ മനുവിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തനിക്ക് അവളെ വിട്ട് കളയേണ്ട കാര്യമില്ലല്ലോ, ഒരിക്കലും അവളെ വിട്ട് കളയില്ല എന്ന് അങ്കിളിന് വാക്ക് കൊടുക്കട്ടെ. ഞാനുണ്ട് അവൾക്ക്, അവളെ ഞാൻ നോക്കിക്കോളാം. ഈ സത്യം അറിഞ്ഞ സമയത്ത് ഞാനും ആകെ ഷോക്കായതാണ്. പക്ഷേ അവളിലെ നന്മ കണ്ടിട്ടാണ് ഞാൻ അവളെ എൻ്റെ മകളായിട്ട് അംഗീകരിച്ചിട്ട് ഞാൻ അവളെ കൂടെ നിർത്തുന്നത് എന്ന് പറയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി ആരൊക്കെ എതിർത്താലും ഞാൻ അവളെ നിനക്ക് വിവാഹം കഴിച്ച് തരും, അവളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ അവളെ നിനക്ക് വിവാഹം കഴിച്ച് തരും. അതുകൊണ്ട് അതിനെപ്പറ്റി നീ പേടിക്കേണ്ട, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്ന് പറഞ്ഞിട്ട് മനുവിനോട് പറയാട്ടോ. മനുവിനാണെങ്കിൽ എന്താ പറയുക, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു അവസ്ഥ കേട്ടോ. കാരണം മനു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമല്ല ഈ സംഭവിച്ചേക്കുന്നത്. അലീന ഒരിക്കലും തൻ്റെ മുറപ്പെണ്ണാണെന്നോ തൻ്റെ കുടുംബത്തിലെ അംഗമാണെന്നോ ഇതുവരെ അങ്ങനെ ഒരു ചിന്തയോ തോന്നലോ വന്നിട്ടില്ല. അലീനെ കാണുമ്പോൾ തന്നെ ഏതോ നല്ല കുടുംബത്തിൽ ജനിച്ച ഒരു പെങ്കൊച്ചാണെന്നറിയാം, നല്ല സ്വഭാവം നന്മയും ഒക്കെയുള്ള ഒരു പെങ്കൊച്ചാണ്. അതാണ് അവനെ കൂടുതൽ ആകർഷിച്ചത്. അവളുടെ സൗന്ദര്യം ഒന്നുമല്ല, അവളുടെ മനസ്സിൻ്റെ നന്മ അതാണ് മനുവിനെ അലീനയിലേക്ക് കൂടുതൽ ആകർഷിച്ചത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ അവളെ ഞാൻ ഒരിക്കലും വിട്ട് കളയില്ല എന്ന് മനു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ മനുവും കൂടെ ഈ സത്യം അറിഞ്ഞിരിക്കുക കേട്ടോ. പക്ഷെ മനു ഒരിക്കലും ഇത് അലീനയോട് ചോദിക്കാനോ പറയാനോ ഒന്നും പോകുന്നില്ല കേട്ടോ. ആദ്യം കുറേ കഴിഞ്ഞിട്ടാണ്, അതൊക്കെ ഒരു എപ്പിസോഡായിട്ട് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇതൊരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഈ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ മനു അലീനയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി പ്രണയം കൂടുതൽ തീവ്രമായിരിക്കും. മനു അലീനയെ പ്രണയിക്കുന്നത് കൂടുതൽ തീവ്രതയോട് കൂടിയിട്ടായിരിക്കും. അതിനിടെ ഹരിശങ്കറും അതുപോലെ രോഹിത്തൊക്കെ അലീനയെ ഒന്ന് വളയ്ക്കാനായിട്ട് നടക്കുന്നുണ്ട്. ഹരിശങ്കറിൻ്റെ കെണിയിൽ വീഴാൻ പോകുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അതിൻ്റെ ഒക്കെ സ്റ്റോറി ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു അപ്കമിങ് സ്റ്റോറി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.